ഹലോ സിനി ഫയൽസ്, വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ അദ്ദേഹത്തിന് വരവാണ്. വാണമടിയിൽ നിനക്കെന്നെ വാണമടിയില്ല വാണം കൊണ്ട് നിനക്കെന്നെ ജയിക്കാനാവില്ല. അതായത് അമ്പയത്തിൽ അമ്പ് വിട്ടിട്ട് നിനക്കെന്നെ ജയിക്കാനാവില്ല. ആരുടെ അടുത്ത് പറയുന്നത്? ഈ അണ്ണപ്പയുടെ അടുത്ത്. അണ്ണപ്പയുടെ അമ്പിൻ്റെ ഉള്ളക്കോടെ ലാലേട്ടൻ അമ്പ് ചെയ്ത് ആ അമ്പിനെ സ്പ്ലിറ്റാക്കി ലാലേട്ടൻ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ് ഫസ്റ്റ് ഹാഫ്. അത്രേ ഉള്ളൂ ലാലേട്ടൻ, പിന്നെ ഇല്ല കേട്ടോ. നിങ്ങൾ ലാലേട്ടനെ കാണണം എന്ന് ഡൈഹാർഡ് ഫാൻസിനുണ്ടെങ്കിൽ പടത്തിൻ്റെ ടൈം നോക്കുക. ഫസ്റ്റ് ഹാഫ് ഏകദേശം നമുക്ക് ഊഹിക്കാമല്ലോ, 3 മണിക്കൂർ പടം. 1.5 മണിക്കൂറിന് കുറച്ച് മുമ്പ്, അരമണിക്കൂർ മുമ്പ് കയറി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പരിപാടി കാണും. വാണം. അപ്പോൾ ഗൈസ്, ലാസ്റ്റ് ഈ വാണം എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ണപ്പ സിനിമേനെ ഉദ്ദേശിച്ചതായിരിക്കും അല്ലേ? ഏട്ടനെ ഉദ്ദേശിക്കാൻ സാധ്യതയില്ല. പുള്ളി അങ്ങനെ ചെയ്യുക. അശ്വന്തുവൊക്കെ ഏട്ടൻ്റെ ഡൈഹാർഡ് ഫാൻ അല്ലേ? പിന്നെ ആദ്യമേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. അശ്വന്ത് വക്കിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. പുള്ളിയുടെ വീഡിയോ കണ്ടതിന് ശേഷം സിനിമയ്ക്ക് പോകണമെന്ന് തീരുമാനിക്കുന്ന ആളുകൾ പോലും കൂടുതലാണ്. അപ്പം ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളൊന്നുമല്ല. ഞാൻ പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്ന ഒരു വീഡിയോ അല്ലേ ഇത്. പക്ഷേ പുള്ളിയുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഏത് വീഡിയോ ഇട്ടാലും ഞാൻ കാണും. കാര്യം പുള്ളിയുടെ വീഡിയോയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഭയങ്കര കൂടുതലാണ്. പുള്ളിയുടെ ഈ ഡയലോഗ് ഡെലിവറിയും സംസാരവും ലാലേട്ട എന്നുള്ള വിളിയും അതൊക്കെ കേൾക്കാൻ നല്ലൊരു രസമാണ്. അതുകൊണ്ട് കാണുന്നതാണ്. അല്ലാണ്ട് പുള്ളിയുടെ വീഡിയോയ്ക്ക് ജെന്യൂനിറ്റി ഉണ്ട് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ബ്രോമാൻസിന് കട്ട പോസിറ്റീവ് റെസ്പോൺസും പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് അപരാധം റിവ്യൂസും കൊടുത്തൊരു റിവ്യൂവറാണ് അശ്വന്ത് വോക്ക്. അതുകൊണ്ട് തന്നെ ജെന്യൂനിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ ഇപ്പോഴത്തെ റിവ്യൂസിന് വലിയ ജെന്യൂനിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പുള്ളിയുടെ അഭിപ്രായമാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് അത് വലുതാണ്. എൻ്റെ അഭിപ്രായം എനിക്കും പറയാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കൊക്കിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ലാലേട്ടൻ ഫാൻസ് ഭയങ്കര ഡയലോഗ് ഇടിയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും എല്ലായിടത്തും കിടന്ന്. ഈ ലാലേട്ടൻ ഫാൻസ് പറയുന്നത് ലാലേട്ടൻ്റെ 10 മിനിറ്റ് കൊണ്ടൊന്നുമല്ല സിനിമ മോശമായത്. സിനിമ മോശമായതിൻ്റെ ക്രെഡിറ്റ് ലാലേട്ടന് വേണ്ട, ലാലേട്ടന് കൊണ്ടുതരാൻ നോക്കണ്ട എന്നൊക്കെയാണ്. കൊക്ക് ലാലേട്ടനെ വെച്ച് കാശുണ്ടാക്കുന്നു, കൊക്ക് ലാലേട്ടനെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുന്നു. ഈ കൊക്കിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് 10-13 മിനിറ്റ് ഉണ്ട്. അതിൽ വെറും 1 മിനിറ്റ് താഴെയാണ് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ആ 1 മിനിറ്റ് താഴെ പറഞ്ഞേക്കുന്നത് വെച്ച് മോഹൻലാലിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പുള്ളി റിവ്യൂ ഇടുന്നതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ലാലേട്ടൻ ഫാൻസിനോട് ഒരു ചോദ്യമുണ്ട്. ഈ സിനിമ എങ്ങാനും വിജയിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ നല്ലൊരു റെസ്പോൺസ് വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ ആർക്ക് കൊണ്ട് കൊടുക്കും? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ലാലേട്ടൻ ഫാൻസിന് പറയാൻ പറ്റുമോ നിങ്ങൾ ഈ ക്രെഡിറ്റ് കൊണ്ടുവന്ന് വിഷ്ണു മഞ്ജുവിന് കൊടുക്കുമെന്ന്, അതായത് ഈ പടത്തിലെ നായകന് കൊടുക്കുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ ഇതിൻ്റെ ക്രെഡിറ്റ് കൊണ്ട് കൊടുക്കാൻ പോകുന്ന ലാലേട്ടന് തന്നെയാണ്, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അപ്പോൾ പടം പൊട്ടിയാൽ അതിൻ്റെ ക്രെഡിറ്റ് ഡയറക്ടറിനും അതിലെ ആക്ടറിനും. കേരളത്തിൽ വന്നൊരു അന്യഭാഷ ചിത്രം ലാലേട്ടൻ ഉണ്ടായിട്ട് ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് പോകും? ഫുൾ ലാലേട്ടന് പോകും. ഇതെന്ത് മാജിക്കാണ്? ലാലേട്ടൻ പറഞ്ഞ പോലെ മാജിക്കാണ് ഇത്. അത് എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനു മുമ്പ് ജയിലർ എന്ന് പറയുന്ന സിനിമ റിലീസായി. നമുക്ക് അതിലേക്ക് പോകാം കുറച്ച് നേരത്തേക്ക്. കാര്യം ജയിലർ റിലീസായപ്പോഴത്തേക്കും ഗംഭീര പോസിറ്റീവ് റെസ്പോൺസ് വന്നു കേരളത്തിൽ. ഗംഭീരം. കാര്യം ലാലേട്ടൻ ഫാൻസ് പറയുന്നത് ലാലേട്ടൻ ഉള്ളത് കൊണ്ടാണെന്നാണ്. പക്ഷേ എനിക്ക് ആ സിനിമ കണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ രജനീകാന്തിനെ കാണാനായിട്ടാണ് തിയേറ്ററിൽ പോയത്. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി. അതിൽ മോഹൻലാലിൻ്റെ കുറച്ച് സീൻസ് ഉണ്ട്, കൊള്ളാവുന്നതാണ്. അതിനും കൈയടിച്ചു, തിരിച്ചു പോന്നു. അതല്ലാണ്ട് മോഹൻലാൽ എന്ന് പറയുന്നൊരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ ജയിലറിന് ഫസ്റ്റ് ഡേ 5 കോടിക്കടുത്ത് കളക്ഷൻ കിട്ടിയതും ഫൈനൽ 50 കോടി കിട്ടിയതും എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ മോഹൻലാൽ ഫാൻസ് അങ്ങനെ വളരെ വലിയ രീതിയിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാര്യം രജനീകാന്തിൻ്റെ സിനിമയ്ക്ക് രജനീകാന്തൊക്കെ ഇവിടെ പണ്ടേ പോപ്പുലറാണ്. 2007 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന ഒരു അന്യഭാഷ ചിത്രം അന്ന് ശിവാജി ആയിരുന്നു. 10 കോടിക്ക് അടുത്തോ 10 കോടിക്ക് മേലെയോ ആണ് കളക്ഷൻ വന്നേക്കുന്നത്. അതിനുശേഷം അത് ബീറ്റ് ചെയ്യുന്ന രജനീകാന്തിൻ്റെ തന്നെ യന്ത്രനാണ്, ഏകദേശം 15 കോടി കളക്ഷൻ. അപ്പം അന്നേ രജനീകാന്ത് ഇത്രയും സ്വീകാര്യതയുണ്ട് 2010, 2007 ആ ടൈം തൊട്ടേ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ പടം കേരളത്തിൽ റിലീസായി പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ, ഫുള്ളി പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ ആ പടത്തിന് കളക്ഷൻ കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനുശേഷം ലിയോ വന്ന് ലിയോയ്ക്ക് ഏകദേശം 60 കോടിക്കടുത്ത് കളക്ഷൻ കിട്ടി. അതിലെങ്ങാനും മോഹൻലാലിൻ്റെ ഒരു പോസ്റ്റർ കാണിച്ചിരുന്നെങ്കിൽ ഇവന്മാർ പറഞ്ഞാൽ ലാലേട്ടൻ്റെ പോസ്റ്റർ ഉള്ളതുകൊണ്ടാണെന്ന്. KGF 2 കളക്ഷൻ കിട്ടി 60 കോടിക്കടുത്ത്, അതും പറഞ്ഞേനെ. ലാലേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ലാലേട്ടനെ കൊണ്ട് ക്രെഡിറ്റ് കൊടുത്തതിന് ഒരു സംശയമില്ല. അപ്പം മോഹൻലാൽ ഫാൻസ് പടം വിജയിച്ച ക്രെഡിറ്റ് ലാലേട്ടന്, പടം പൊട്ടിയാൽ വിഷ്ണു മഞ്ജുവിന്. അത് എങ്ങനെ? അതെന്താ ന്യായം? അല്ലെങ്കിൽ കൊക്കിന് പടം പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ ക്രെഡിറ്റ് കൊടുക്കുന്ന പരിപാടി നിർത്തണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൻ്റെ മേലെ ഒരുപാട് ട്രോൾ വരുന്നുണ്ട്. അതിന് വേറൊരു ഉദാഹരണം കൂടി പറയാം. ഞാനിങ്ങനെ പറയാൻ നേരത്ത് ഇപ്പോഴേ വന്ന് ലാലേട്ടൻ മനസ്സ് തെറി വിളിക്കരുത്, പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്ക് പ്രശ്നമുണ്ടോ, പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റ് അല്ലാതെ ഉണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കൂ സുഹൃത്തുക്കളെ, ഉണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കൂ.
കാര്യം ലാലേട്ടൻ ഫാൻസ് ലാലേട്ടൻ ഉള്ളത് കൊണ്ടൊരു പടം വിജയിപ്പിക്കും എന്നാണെങ്കിൽ ഈ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഇപ്പോൾ പ്രീ സെയിൽസ് ഒക്കെ ഉണ്ട്. അത് മുമ്പേ തന്നെ ബുക്ക് മൈ ഷോയിൽ എല്ലാ തിയേറ്ററുകളിലും ഓൾറെഡി ഓണാണ്, നമുക്ക് കയറി ബുക്ക് ചെയ്യാം. അങ്ങനെ എന്തുകൊണ്ട് ലാലേട്ടൻ ഫാൻസ് ബുക്ക് ചെയ്ത ആ സിനിമയ്ക്ക് 1 കോടിയെങ്കിലും FD കേരളത്തിൽ നിന്ന് നേടിക്കൊടുത്തില്ല? 1 കോടി. ആ 1 കോടി നേടിക്കൊടുക്കാൻ ലാലേട്ടൻ ഫാൻസിനെ കൊണ്ട് പറ്റത്തില്ലേ? പറ്റിയല്ലേ? പറ്റും. എന്തുകൊണ്ട് നേടിക്കൊടുത്തില്ല? നിങ്ങളും ഈ പടത്തിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ട് മാത്രമേ പോയി കാണത്തുള്ളൂ. ലാലേട്ടൻ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ലാലേട്ടനെ കാണാനായിട്ട് പോയി ടിക്കറ്റ് എടുക്കത്തില്ല. ഇത് തന്നെയാണ് ജയിലറിനും സംഭവിച്ചത്. ജയിലറിന് 5 കോടിക്ക് എന്തോ 5 കോടിക്ക് മേലെ FD കിട്ടിയെന്ന് തോന്നുന്നു. ആ FD കിട്ടിയതിൻ്റെ ക്രെഡിറ്റ് ലാലേട്ടൻ തന്നെയാണ് കൊടുത്തത് കേരളത്തിൽ നിന്ന്. ആ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വന്നതുകൊണ്ട്, ആ സിനിമ കൊള്ളാമെന്ന അഭിപ്രായം വന്നതുകൊണ്ട്, അല്ലാണ്ട് ലാലേട്ടൻ്റെ പ്രകടനം കാണാനായിട്ടൊന്നും അല്ല നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയത്. അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഈ ജയിലർ ഇറങ്ങിയതിന് ശേഷം ശിവരാജ് കുമാറിന് ഇവിടെ അത്യാവശ്യം ഫാൻ ബേസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സപ്പോർട്ടുണ്ട്. ഫാൻ ബേസ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ, പറഞ്ഞോ. അപ്പം ഈ ശിവരാജ് കുമാറിൻ്റെ ആളുകൾ കേരളത്തിൽ ഒരുപാട് പോസ്റ്റ് ഇട്ട് കണ്ടായിരുന്നു അന്ന്. ശിവരാജ് കുമാർ ഉള്ളതുകൊണ്ടാണ് കന്നഡയിൽ ജയിലർ ഹ്യൂജ് ഹിറ്റായത്, ബ്ലോക്ക് ബസ്റ്റർ ആയത്, ഇത്രയും കളക്ഷൻ വന്നതെന്ന്. ആ മണ്ടന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ കന്നഡയിൽ ശിവരാജ് കുമാറിന് ഒരു പടം, അല്ലെങ്കിൽ ശിവരാജ് കുമാറിൻ്റെ ഹയ്യസ്റ്റ് കളക്ഷൻ കിട്ടിയൊരു പടം എന്ന് പറഞ്ഞാൽ വില്ലൻ എന്ന് പറഞ്ഞ സിനിമയാണ്. വേൾഡ് വൈഡ് 50-55 കോടിയാണ്. കന്നഡയിൽ നിന്ന് മാത്രം ജയിലറിന് കിട്ടിയത് 60 കോടിയാണ്. വേൾഡ് വൈഡ് 600 കോടി. രജനീകാന്തിനൊക്കെ ഹ്യൂജ് മാർക്കറ്റാണ് കന്നഡയിൽ. അതൊക്കെ മനസ്സിലാക്കി സംസാരിക്കണം. ഈ ശിവരാജ് കുമാറിൻ്റെ ഗസ്റ്റ് റോളും മോഹൻലാലിൻ്റെ ഗസ്റ്റ് റോളും ഇതൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് പടത്തിന്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഓവറോൾ ഇതൊരു രജനി പടമാണ്. ഇത് ഫുൾ ആൻഡ് ഔട്ട് തലൈവർ ഷോയാണ്. ഇനി വരാൻ പോകുന്ന കൂലിയിലും കേൾക്കാൻ പോകുന്ന സംഭവം ഇത് തന്നെയായിരിക്കും. അത് ഇപ്പോഴേ പറയുന്നു. കാര്യം അമീർ ഖാനുണ്ട് ഇതിനകത്ത്, സൗബീനുണ്ട്. സൗബീൻ ഉള്ളതുകൊണ്ട് കേരളത്തിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചെന്നൊക്കെ പറയും, ഇനി എങ്ങാനും കൂലിക്ക് കളക്ഷൻ കിട്ടുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പറയും. ഉപേന്ദ്രയുണ്ട്. ഉപേന്ദ്രയുടെയൊക്കെ കന്നഡയിലെ ഹയസ്റ്റ് ഗ്രോസൊക്കെ ഇപ്പോഴേ നോക്കി വെച്ചു. നാഗാർജുനയുടെ അതൊക്കെ നോക്കി വെച്ചിട്ട് സംസാരിച്ചു. വേണമെങ്കിൽ അമീർ ഖാനെ പറഞ്ഞു, പക്ഷേ അമീർ ഖാൻ പോലും ഇപ്പോൾ കണ്ടകശനിയാണ്. അപ്പോൾ ആ അവസ്ഥ നിൽക്കുന്ന ആളെയൊന്നും രജനീകാന്തുമായിട്ട് ഇപ്പോൾ കമ്പയർ ചെയ്യരുത്. പുള്ളി തന്നെയാണ് കൂലിയിലെ മെയിൻ ഫാക്ടറായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു കൂലിയിലേക്ക് പോയി, നമുക്ക് അശ്വന്ത് വോക്കിലേക്ക് തിരിച്ചു വരാം. അപ്പം അശ്വന്ത് വോക്ക് ഇതിനകത്ത് മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്ത് ട്രോളിയിട്ടൊന്നുമില്ല. മോഹൻലാലാണ് ഇതിനകത്ത് മലയാളികൾക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ ഉള്ളത്. അതുകൊണ്ട് മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂമിൽ വന്നു. അല്ലാണ്ട് വിഷ്ണു മഞ്ജുവിൻ്റെ കോസ്റ്റ്യൂമിൽ വന്നിട്ട് കാര്യമില്ലല്ലോ. വിഷ്ണു മഞ്ജു ഫാൻസ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പം മോഹൻലാൽ ഫാൻസ് ഏറ്റുപിടിക്കുമെന്ന് അറിയാം, അല്ലെങ്കിൽ മോഹൻലാൽ ഹേറ്റേഴ്സ് ഏറ്റുപിടിക്കും. അത് ബേസിക് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ആ ഒരു അൽഗോരിതം വെച്ച് പുള്ളി ചെയ്ത പരിപാടിയാണ്. പുള്ളി അങ്ങനെ ചെയ്യത്തുള്ളൂ. അത് ആ പുള്ളിയുടെ റിവ്യൂവിന് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ആ റിവ്യൂ ജെനുവിനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ പടത്തിന് പോകണം. മോഹൻലാൽ ഫാൻസ് ആ റിവ്യൂവിനെ ബഹിഷ്കരിക്കുക, എന്നിട്ട് നിങ്ങൾ പടത്തിന് പോയി കാണും. കണ്ണപ്പയ്ക്ക് പോയി ടിക്കറ്റ് ഇടേ, ഇല്ലെങ്കിൽ ഫസ്റ്റ് ഡേ 30 ലക്ഷം. അപ്പം അതുകൊണ്ട് ക്രെഡിറ്റ് ഇനി കൊടുക്കുന്ന പരിപാടി നിർത്തി. ഗസ്റ്റ് റോളിൽ ലാലേട്ടൻ വന്നാൽ ആ പടം നല്ലതാണെങ്കിൽ ഓടും. ലാലേട്ടൻ വന്നു എന്ന് പറഞ്ഞ് ആ പടം ഓടാൻ പോണില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം പറയും. എൻ്റെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞ് ചീത്ത വിളിക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും ഇതിൽ പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് പറഞ്ഞു തരാം കമൻറ്റ് ബോക്സിൽ, എന്നിട്ട് വിളിക്കുക. ഓക്കെ, ബൈ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.